ഗുഡ് മോർണിംഗ്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? അപ്പോൾ നമ്മൾ ഇന്നലെ എവിടെയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? കമ്പോണൻസ് ഓഫ് ഫുഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ചായിരുന്നു. കാർബോഹൈഡ്രേറ്റ്സ് നമുക്ക് എന്ത് തരുമെന്നാണ് പറഞ്ഞത്? എനർജി. നമുക്ക് വർക്ക് ചെയ്യാനുള്ള എനർജി തരുന്നത് എവിടെ നിന്നാണ് പറഞ്ഞത്? കാർബോഹൈഡ്രേറ്റ്സിൽ നിന്നാണ് നമുക്ക് വർക്ക് ചെയ്യാനുള്ള എനർജി കിട്ടുന്നത്. എന്നാൽ കാർബോഹൈഡ്രേറ്റ്സിനേക്കാളും നമുക്ക് എനർജി തരുന്നത് എവിടെ നിന്നാണ്? ഫാറ്റ്സ് അഥവാ കൊഴുപ്പടങ്ങിയിട്ടുള്ള ഫുഡിൽ നിന്നാണ് നമുക്ക് എനർജി കൂടുതലായിട്ട് ലഭിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സും പറഞ്ഞു, നമ്മൾ എന്ത് പറഞ്ഞു? ഫാറ്റ്സും പറഞ്ഞു. നമുക്ക് പ്രോട്ടീൻ നോക്കാം. പ്രോട്ടീനാണ് ബോഡി ബിൽഡ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ചെറുതിലിരുന്ന പോലത്തെ സൈസിലാണോ നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത്? അല്ലല്ലേ, ഫുഡൊക്കെ കഴിച്ച് കുറച്ചുകൂടെ വലുതായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ബോഡി ഗ്രോത്ത്, ശരീര വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമുള്ളതാണ് പ്രോട്ടീൻ. പ്രോട്ടീൻ അടങ്ങിയ ഫുഡ്സ് കഴിക്കുമ്പോഴാണ് ശരീരം വളരുന്നത്. അപ്പോൾ പ്രോട്ടീൻസ് ആർ നീഡഡ് ഫോർ ദി ഗ്രോത്ത് ഓഫ് അവർ ബോഡി. അപ്പോൾ നമുക്ക് പ്രോട്ടീൻസിന് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ബോഡി ബിൽഡിങ് അല്ലെങ്കിൽ ബോഡിയുടെ ഗ്രോത്ത്. കാർബോഹൈഡ്രേറ്റ്സ് ആണെങ്കിലോ എനർജി തരുന്നു. നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എനർജി തരുന്നതാണ് കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുള്ള ഫുഡ്സ്. കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുള്ള ഫുഡ്സ് ഏതൊക്കെയാണ്? റൈസ് ഉണ്ട്, പപ്പായ, ഷുഗർ കെയിൻ, അങ്ങനെ മെയ്സ്, അങ്ങനത്തെ ഫുഡ് ഐറ്റംസാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് സം സോഴ്സസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്: വീറ്റ്, സ്വീറ്റ് പൊട്ടറ്റോ, ഷുഗർ കെയിൻ, പപ്പായ, മെലൺ, മാംഗോ, മെയ്സ്, റൈസ്, ബജ്ര തുടങ്ങിയവ. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈറ്റമിൻസ്. വൈറ്റമിൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വൈറ്റമിൻസ് എന്താണ്? വൈറ്റമിൻസും ഇതുപോലെയുള്ള പോഷകങ്ങൾ. വൈറ്റമിൻസ് പലതരത്തിലുണ്ട്. വൈറ്റമിൻ എ, ബി, സി, ഡി, ഇ, കെ. ബിയിൽ തന്നെ, ബി എന്ന് പറയുന്നതാണ് കോംപ്ലക്സ് വൈറ്റമിൻസ് ആണ്. ബിയിൽ തന്നെ B1, B2, B3 അങ്ങനെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വൈറ്റമിൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ വൈറ്റമിൻ എ എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മുടെ സ്കിന്നിനും ഐസിനും വേണ്ടിയാണ് വൈറ്റമിൻ എ ആവശ്യം. വൈറ്റമിൻ എ ലഭിക്കുന്നത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസിൽ നിന്നാണ്. പച്ചക്കറികളില്ലേ, അതിൽ ഗ്രീൻ ലീഫായിട്ടുള്ള സ്പിനാച്ച്, മുരിങ്ങ, അങ്ങനത്തെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസിൽ നിന്നാണ് വൈറ്റമിൻ എ നമുക്ക് ലഭിക്കുന്നത്. ഇനി ഈ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി, ഇപ്പോൾ ഒരു കുട്ടി വൈറ്റമിൻ എ കഴിക്കാതിരിക്കുന്നു, വേറെ വൈറ്റമിനൊക്കെ കഴിക്കും, പക്ഷേ വൈറ്റമിൻ എ അങ്ങനെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഒന്നും കഴിക്കാതിരുന്നാൽ വൈറ്റമിൻ എ അവിടെ ഡെഫിഷ്യൻ്റ് ആവും. അപ്പോൾ എന്ത് പറ്റും? നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ നിശാന്തത, രാത്രി കാഴ്ചയൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥ, അതാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. ഇനി വൈറ്റമിൻ ബി, അടുത്ത വേറൊരു വൈറ്റമിനാണ് വൈറ്റമിൻ ബി. വൈറ്റമിൻ ബിയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നതാണ് ബെറിബെറി എന്ന് പറയുന്നത്. വൈറ്റമിൻ ബി മെയിനായിട്ടും കാണപ്പെടുന്നത് അരിയുടെ തവിടിൽ നിന്നാണ് വൈറ്റമിൻ ബി കാണപ്പെടുന്നത്. അപ്പോൾ നമ്മൾ വൈറ്റമിൻ ബിക്ക് വേണ്ടി കഴിക്കേണ്ട ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ്? റൈസ്, വീറ്റ്, പിന്നെ ലിവർ ഓഫ് ചിക്കൻ, അങ്ങനെയൊക്കെ, അതൊക്കെയാണ് വൈറ്റമിൻ ബി ധാരാളം അടങ്ങിയിട്ടുള്ള ഫുഡ്. വൈറ്റമിൻ എ ആണെങ്കിലോ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, പപ്പായ, ക്യാരറ്റ്, മാംഗോ മുതലായിട്ടുള്ള ഫുഡ് ഐറ്റംസിൽ നിന്നാണ് വൈറ്റമിൻ എ ലഭിക്കുന്നത്. അപ്പോൾ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഡിസീസ് ഏതാണ്? നൈറ്റ് ബ്ലൈൻഡ്നെസ്, നിശാന്തത. വൈറ്റമിൻ ബി ആണെങ്കിൽ ബെറിബെറി. വൈറ്റമിൻ ബി അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ്? റൈസ്, ലിവർ, വീറ്റ് മുതലായവ. ഇനി വൈറ്റമിൻ സി. വൈറ്റമിൻ സി എന്ന് പറയുന്നതാണ് നമ്മുടെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത് ലെമൺ, ഓറഞ്ച്, ഗുവ, ഗ്രീൻ ചില്ലി, ആംല, ടൊമാറ്റോ, ഓറഞ്ച്, ഇതിലൊക്കെയാണ് വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ്. വൈറ്റമിൻ സിയുടെ കുറവ് മൂലം അപ്പോൾ എന്തെങ്കിലും രോഗം വരുമോ? അതാണ് സ്കർവി. സ്കർവി എന്ന് പറയുന്ന ഡിസീസ് വരുന്നത് വൈറ്റമിൻ സിയുടെ കുറവ് മൂലമാണ്. വൈറ്റമിൻ സിയുടെ കുറവ് മൂലം വരുന്ന ഡിസീസാണ് സ്കർവി, മോണവീക്കം. പല്ലിലെ മോണയിൽ നിന്ന് രക്തസ്രാവമൊക്കെ വരുന്നതാണ് ഇതിൻ്റെ സിംറ്റം എന്ന് പറയുന്നത്. അപ്പോൾ വൈറ്റമിൻ ബി വരാതിരിക്കുക, വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? സ്കർവി. അപ്പോൾ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ്? ഗുവ, ഓറഞ്ച്, ലെമൺ, ടൊമാറ്റോ, ഗ്രീൻ ചില്ലി, ആംല മുതലായവ കഴിക്കാം. അടുത്താണ് വൈറ്റമിൻ ഡി.
വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് എന്താണ്? വൈറ്റമിൻ ഡിയിലത്തെ നമ്മൾ സൺഷൈൻ വൈറ്റമിൻ എന്ന് പറയുന്നു. നമുക്ക് വൈറ്റമിൻ ഡി മെയിനായിട്ട് നമുക്ക് ലഭിക്കുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. അതുകൊണ്ട് തന്നെ സൺഷൈൻ വൈറ്റമിൻ എന്നും വൈറ്റമിൻ ഡിനെ അറിയപ്പെടുന്നു. ഇനി ഈ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാവുന്ന രോഗം ഏതാണ്? റിക്കറ്റ്സ് അഥവാ കണരോഗം എന്ന് പറയുന്നു. കാലൊക്കെ ഇങ്ങനെ വളർച്ച മുരടിച്ച് ആ ഒരു ഇതാണ് വൈറ്റമിൻ ഡി. ഇനി അപ്പോൾ നമ്മളിന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? വൈറ്റമിൻസിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലം എന്താണ്? ലോസ് ഓഫ് വിഷൻ, കാഴ്ച മങ്ങുന്ന അവസ്ഥ, കണ്ണിനാണ് മെയിനായിട്ടും വരുന്നത്. ഇനി വൈറ്റമിൻ B1 അഥവാ B1നെ കുറിച്ചാണ് നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാനുള്ളത്. P2 B3 ഒക്കെ വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പോൾ വൈറ്റമിൻ എ എന്തിനാണ്? ലോസ് ഓഫ് വിഷൻ. അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസ്, വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി ഡിസീസാണ് ലോസ് ഓഫ് വിഷൻ അഥവാ നൈറ്റ് ബ്ലൈൻഡ്നെസ്. വൈറ്റമിൻ B1 ബെറിബർ, വൈറ്റമിൻ സി സ്കർവി, വൈറ്റമിൻ ഡി റിക്കറ്റ്സ്. ഇനി വൈറ്റമിൻസ് മാത്രമല്ല, നമ്മുടെ കാൽസ്യം, അയോഡിൻ, അയൺ ഇതെല്ലാം മൂലവും നമുക്ക് ബോഡിക്ക് എന്തുണ്ടാവാറുണ്ട്? ഡെഫിഷ്യൻസി ഡിസീസസ് വരാറുണ്ട്. നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. കാൽസ്യം, എല്ലാവരും രാവിലെയൊക്കെ പാല് കുടിക്കാറുണ്ടോ? പാല്, മുട്ട ഒക്കെ കഴിക്കാറുണ്ടോ? ഇതിൽ നിന്നും കിട്ടുന്നതാണ് നമുക്ക് കാൽസ്യം എല്ലുകൾക്കും പല്ലുകൾക്കുമാണ് ആവശ്യം. അപ്പോൾ കാൽസ്യത്തിൻ്റെ കുറവ് മൂലം എന്ത് അസുഖമായിരിക്കും വരുന്നത്? പല്ലിനും എല്ലിനും ഒക്കെ ഡീക്കേ ഉണ്ടാവുക, പല്ലൊക്കെ പല്ലിന് ആരോഗ്യമില്ലാതെ പല്ലിന് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരുന്നതൊക്കെ കാൽസ്യത്തിൻ്റെ കുറവ് മൂലമാണ്. അപ്പോൾ ബോണിൻ്റെയും ടൂത്തിൻ്റെയും ഡീക്കേ ആണ് കാൽസ്യത്തിൻ്റെ കുറവ് മൂലമുണ്ടാവുന്ന ഡിസീസസ്. ഇനി അയഡിൻ, നമ്മൾ ഫുഡ് ഐറ്റംസിലെല്ലാം കറികളിലെല്ലാം ചേർക്കുന്നതാണ് ഉപ്പ്, അല്ലേ? അത് ഉപ്പിലടങ്ങിയിട്ടുള്ളതാണ് അയഡിൻ. ഈ അയഡിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഗോയിറ്റർ. അയഡിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഡെഫിഷ്യൻസി ഡിസീസാണത് ഗോയിറ്റർ. ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ തൊണ്ടയുടെ ഇവിടെയായിട്ട് നീരായിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതിന് വേണ്ടി ഗ്ലാൻസ് ഇൻ ദി നെക്ക് അപ്പിയർ സോളൻ, കഴുത്തിലെ ഗ്ലാൻസ് വീർത്തിരിക്കുന്ന ആ ഒരു അവസ്ഥയാണ് പറയുന്നത് ഗോയിറ്റർ എന്ന് പറയുന്നത്. ഇനി അയൺ, ഇരുമ്പ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ്. ഇരുമ്പെന്ന് കേട്ടിട്ടുണ്ടോ? ഇരുമ്പിൻ്റെ കുറവ് മൂലം നമ്മൾ ഡേറ്റ്സ് കഴിക്കാറില്ലേ? ഡേറ്റ്സ്, സ്പിനാച്ച്, ഇതിലൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് ഇരുമ്പ് അഥവാ അയൺ. ഇതിൻ്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നതാണ് അനീമിയ, വിളർച്ച. കണ്ണൊക്കെ നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്കും റെഡ്നെസ് ഇല്ലാതെ വൈറ്റ് കളറിൽ ഇരിക്കുന്നതൊക്കെ എന്താണ്? രക്തത്തിൻ്റെ കുറവാണ് കാണിക്കുന്നത്. രക്തത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖമാണ് അനീമിയ. അനീമിയയുടെ സിംറ്റംസ് എന്ന് പറയുന്നത് ക്ഷീണമാണ്. എന്ത് ചെയ്താലും ഒരു വല്ലാത്ത ക്ഷീണം, എപ്പോഴും ക്ഷീണം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയാണ് അനീമിയ. അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് പഠിച്ചത്? വൈറ്റമിൻസിനെ കുറിച്ച് ചെറുതായിട്ട് ഒന്ന് നോക്കുമായിരുന്നു ചെയ്ത്. വൈറ്റമിൻസ് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ച? വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസും വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസും നമ്മൾ പഠിച്ചു, അല്ലേ? വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റം ഏതാ? ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്. വൈറ്റമിൻ ബി റൈസ്, വീറ്റ്. വൈറ്റമിൻ സി ലെമൺ, ഓറഞ്ച്, ആംല. വൈറ്റമിൻ ഡി പ്രോട്ടീൻ റിച്ച് ഫുഡ് ഐറ്റംസ്. പിന്നെ സൺഷൈൻ വൈറ്റമിനാണ്. അപ്പോൾ നമുക്ക് സൂര്യപ്രകാശം കൊള്ളുക. ഓക്കെ. ഇനി വൈറ്റമിൻ കഴിഞ്ഞു. ഇനി അയഡിൻ ആണെങ്കിലോ സോൾട്ട്. ഇനി അയൺ ഡെഫിഷ്യൻസി ഡിസീസ് ഏതാണ്? അനീമിയ. വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഡിസീസ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. വൈറ്റമിൻ ബി ബെർബറി, വൈറ്റമിൻ സി സ്കർവി, വൈറ്റമിൻ ഡി റിക്കറ്റ്സ്. Okay, so let's wind up the class.